സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ ചെയ്ത പാഠഭേദത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഞാൻ കഴിഞ്ഞ പാഠഭേദത്തിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞ വിഷയങ്ങൾ, ചോദിച്ച ചോദ്യങ്ങളുടെ ബാക്കി ഭാഗം രണ്ടാമത് ഇന്ന് തന്നെ ഒരു പാഠഭേദം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാം ഭാഗമാണ്. ഞാൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. അരുൺ ഉമ്മൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമുള്ള പ്രതികരണങ്ങളാണ്. അരുൺ ഉമ്മനെ പോലുള്ള ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അവർ ദുഃഖിതരായിത്തീരുന്നത്, കയ്പുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹം വിട്ട് പുറത്തു പോയ ശേഷം എക്സ് എന്ന ലേബലിൽ നമുക്കെതിരെ സംസാരിക്കുന്നത്? അവരെ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. അനുഭാവപൂർവം അവരോട് സംസാരിക്കുവാൻ, അവരുടെ ഇഷ്യൂസിനെ, അവരുടെ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യുവാൻ നമുക്ക് കഴിയാത്തതാണ് പ്രശ്നം എന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് മുൻപോട്ട് വെക്കുന്ന ചില വാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ആരംഭത്തിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ഉത്തരം നൽകുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉന്നയിച്ച ചില വിഷയങ്ങൾ, അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയും. ഇതിനെ വേറെ ഒരു പാട്ടായിട്ട് മാറ്റുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയേണ്ട കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായിട്ട് ഈ ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അരുൺ ഉമ്മൻ പറഞ്ഞ ആ ഒരു വാദങ്ങൾ, താൻ പെന്തക്കോസ്തിൽ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു, ഇങ്ങനെ ആരെങ്കിലും ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോയ ശേഷം അവരനുഭവിച്ച തിക്താനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ വറീഡാകേണ്ട, വ്യാകുലപ്പെടേണ്ട, കൺഫ്യൂസ്ഡ് ആകേണ്ട. നമ്മുടെ ചെറുപ്പക്കാർ ആരും അത് കേട്ടിട്ട് പെന്തക്കോസ്ത് ഇത്ര മോശമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ അനുഭവങ്ങളെ നമുക്ക് നിഷേധിക്കുവാൻ പറ്റുകയില്ല. അതിൻ്റെ അർത്ഥം എല്ലായിടത്തും അങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നുമല്ല. അതിൻ്റെ പശ്ചാത്തലമൊക്കെ പഠിച്ചു നോക്കിയാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലപ്പോഴും ഈ അരുൺ പറയുന്നത് പോലെയുള്ള ഒരു മൈൻഡ് കൺട്രോളിങ് സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആളുകൾ ഭക്തിയുടെ കാരണം കൊണ്ട്, വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് പോകുന്നത് പലപ്പോഴും കൾട്ട് സ്വഭാവമുള്ള കൂട്ടങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. കാരണം ഞാൻ പലപ്പോഴും ഈ കൾട്ടുകളുടെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അൺക്വസ്റ്റ്യനബിൾ ലീഡർഷിപ്പ് ആളുകളെ ഒരു അടിമയാക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള മൈൻഡ് മാനിപ്പുലേറ്റിംഗ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച്, അത് ഒരു പക്ഷേ അവരതിനുപയോഗിക്കുന്ന ടൂള് സ്ക്രിപ്ചർ തന്നെയാകാം, ദൈവത്തിൻ്റെ വചനത്തിലെ വാക്യങ്ങളെ ഒക്കെ കാണിച്ചിട്ട് ഈ വാക്യം കണ്ടില്ലേ, ഇങ്ങനെ നീ നിന്നില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഈ വചനത്തിലൂടെ ഉള്ള ഒരു തരത്തിലുള്ള അടിമത്തം സൃഷ്ടിച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുന്നത് കൾട്ട് സ്വഭാവമുള്ള സഭകളാണ്. ഈ പാസ്റ്റർമാർക്ക് നമ്മുടെ ലൈഫിലുള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നത്, ഇത്രയും അധികം പേഴ്സണൽ ലൈഫിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക അവരുടെ കയ്യിലാണ്. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ മറ്റേ തലച്ചോറെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അയാളുടെ കൺട്രോളിൽ ഓടുന്ന സ്പ്രിങ് കൊടുത്ത് ഓടുന്ന പാവകളും നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് പാവകൾ മാത്രമാണ്, സ്വന്തമായി ചിന്താശേഷി ഇല്ലാത്ത, ക്രിട്ടിക്കലി ഒന്നിനെയും അനലൈസ് ചെയ്ത് കാണാൻ കഴിവില്ലാത്ത കുറച്ച് പാവകൾ മാത്രമാണ്. ഒരു പെന്റിക്കോസ്റ്റൽ സഭയും അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷൻ, ആളുകളെ അടിമകളാക്കി നിർത്തുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഒരുപക്ഷെ അതൊരു ചെറിയ കൂട്ടമായിരിക്കാം, മുഖ്യധാരാ സഭകളൊന്നും ആകുകയില്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് കൂട്ടമായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ നേതൃത്വം നിങ്ങളെ ഒരു അടിമയായി വെച്ചിരിക്കുന്നു, ആ നേതൃത്വത്തിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ശ്വസിക്കുവാനും പോലും കഴിയാതെ വണ്ണം നിങ്ങളെ അവർ അടിമകളാക്കിയിരിക്കുന്നു, അവരുടെ ഒരു കളിപ്പാവയാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ, നിങ്ങൾ ആ കൂട്ടത്തിൻ്റെ ഡോക്ട്രിൻ ചെക്ക് ചെയ്യുക. ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെയാണോ അവർ പഠിപ്പിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്ന് വേഗത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ. അത്തരം പല കൾട്ട് കൂട്ടങ്ങളിലുള്ള ആളുകളെ എൻ്റെ അടുക്കൽ വന്ന് ഈ പ്രശ്നങ്ങൾ പങ്കുവെച്ച് അവരെ ഞാൻ അവിടെ നിന്ന് പുറത്തു വരുവാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ പ്രസ്ഥാനങ്ങൾ, അതായത് വലിയ കൾട്ട് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ, ഒരുപക്ഷെ പുറമേ ആളുകൾക്ക് അറിയില്ലായിരിക്കാം അങ്ങനെയുള്ള ഈ മാനിപ്പുലേഷൻസ് അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ലായിരിക്കാം. പലപ്പോഴും നമ്മൾ ഈ ഒരു ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ആഴത്തിലേക്ക് വളരെ വലിയ ഭീകരമാകുന്ന
അവസ്ഥകൾ പല കൂട്ടങ്ങളിലുമുണ്ട്. അത്തരം കൂട്ടങ്ങളിൽ പോയി നമ്മൾ അടിമകളാകാതെ പെട്ടുപോകാതെ രക്ഷപ്പെടുക എന്നുള്ളതാണ് മാർഗം എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്യുകയാണ്, നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡത്തെ നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ മതം അടിമയാക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എങ്കിൽ, നിങ്ങൾക്കിത് ശരിയാണോ ഇത് തെറ്റാണോ എന്ന് നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, നിങ്ങൾ സാധാരണ വിശ്വാസിയാണ്, നിങ്ങൾക്കിതൊന്നും ചോദിക്കാൻ അനുവാദമില്ല, വിശ്വസിച്ചോണം എന്ന് പറയുന്നതാണെങ്കിൽ, അത്തരത്തിലുള്ള അന്ധവിശ്വാസികൾ ആക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ തരത്തിൽ നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. വേദോസം പഠിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പീറ്ററിനെ പോലും ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു ഫ്രീഡം ക്രിസ്തീയ സഭയ്ക്കകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്കകത്തൊക്കെ ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം വേദപുസ്തക പ്രകാരമുള്ളതാണ്. പരസ്പരം നാം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി ശരി മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അതിനെ തിരുത്തിയൊക്കെ മുന്നോട്ട് പോകുന്ന സമൂഹമായി നിൽക്കുന്നത് മാത്രമാണ് ശരിയായ വിശ്വാസ സമൂഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഞങ്ങളാണ് ആബ്സല്യൂട്ട് സത്യം എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നാം അവരെ ഡൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആബ്സല്യൂട്ട് സത്യം പഠിപ്പിക്കുന്നവർ ആരുമില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ക്ലെയിംസ് തന്നെ അപകടകരമാണെന്ന് നാം മനസ്സിലാക്കുക. ഈ അരുൺ ചോദിച്ച ചോദ്യങ്ങൾ, വാദങ്ങൾ, അതിൻ്റെ ഒന്നാമത്തെ വാദമാണ് പേഴ്സണൽ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ജീവിതത്തിലെ എല്ലാ മേഖലകളും അവരുടെ അനുവാദവും ഒക്കെ ഇല്ലാതെ നടക്കത്തില്ല. അങ്ങനെ ഏതെങ്കിലും സഭ ചെയ്യുന്നെങ്കിൽ, ഏതെങ്കിലും ലീഡർ ചെയ്യുന്നെങ്കിൽ അത് അപകടകരമാണ്. നിങ്ങളുടെ കൈക്കീഴിൽ ദൈവം ഏൽപ്പിച്ച ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി മധ്യസ്ഥ ഇണയ്ക്കുവാനും ഇടിവിൽ നിൽക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലേക്ക്, ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് എന്നോടുകൂടെ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നൊരു പാസ്റ്റർ പറയുകയാണെങ്കിൽ, അല്ലായെങ്കിൽ വിവാഹ ദിവസം ഇടുന്ന ഡ്രസ്സിൻ്റെ നിറം ഇതൊക്കെ നിശ്ചയിക്കുന്നത് പാസ്റ്ററാണെങ്കിൽ, ഇതൊക്കെ പലയിടത്തും ഇങ്ങനെയുള്ള അമിതമായ ഈ ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ടുള്ള പല പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അമിതമായ മാനിപ്പുലേഷൻസാണത്. അത് അപകടകരമാണ്. അത് ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സഭകളെ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കൾട്ടി നേച്ചറുള്ള സഭകളെന്നാണ്. അതിൽ നിന്ന് ദൂരെ നിൽക്കുന്നതാണ് നല്ലത്. എക്സ്ട്രീം ആങ്സൈറ്റി, മതം ഒരു വ്യക്തി ആ വ്യക്തിയെ ശരിക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെയാണ് നയിക്കേണ്ടത്. പക്ഷെ നേരെ തിരിച്ച് ആളുകൾ ഈ ആരാധനയ്ക്ക് പോയിട്ട് എക്സ്ട്രീം ആങ്സൈറ്റി ഉള്ളവരായി തീരുകയാണെങ്കിൽ അത് വളരെ അപകടകരമാണ്. ഈ അരുണ് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പലയിടത്തും ഈ യുദ്ധങ്ങളെ കാര്യങ്ങളെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുമ്പോൾ ഇവർക്ക് സന്തോഷമാണ്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മറ്റേ അർമഗദോൻ യുദ്ധം, എനിക്ക് തോന്നുന്നു ഇസ്ലാമിലും അത് കോമൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു യുദ്ധം വന്ന് ലോകം മുഴുവൻ കത്തി നശിക്കും എന്നാണ് ഇവരുടെ ബൈബിളിലുള്ളത്. അന്നേരം ന്യൂക്ലിയർ വെപ്പണൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേന് ഭയങ്കര സംഭവം കണ്ടില്ലേ, ഞങ്ങളുടെ ബൈബിളിലുള്ളത് ലോകത്തിനെ മുഴുവൻ കത്തിക്കാനായിട്ട് ന്യൂക്ലിയർ വെപ്പണായി. അല്ലെങ്കിൽ ഒരു യുദ്ധം വരുമ്പോൾ കണ്ടോ, ഇപ്പോൾ യുദ്ധമായി. അങ്ങനെ യുദ്ധം വരുന്നതും മനുഷ്യർ മരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോപാത്തുകളും തന്നെ പറയണം. അബ്സല്യൂട്ട് സൈക്കോപാത്തുകളും തന്നെ പറയണം. യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഇവർ സന്തോഷിക്കുക. കാരണം ഈ യുദ്ധങ്ങളൊക്കെ വേദോസത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിവൃത്തിയാണ്. പിന്നെ അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ഹർമഗദോൻ യുദ്ധം വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ഫാക്റ്റ് പറഞ്ഞേ മതിയായുള്ളൂ. അതായത് ഈ അടുത്ത സമയങ്ങളിൽ ഈ അന്ത്യകാല സംഭവങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്ന കുറേ പ്രസംഗകരുണ്ട്. അവരെല്ലാം ഇപ്പം ട്രംപ് താരീഫ് കൂട്ടിയാൽ ഉടനെ അതിനെ വേദോസമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ട്രംപ് അങ്ങോട്ടൊന്ന് പോയാൽ ഉടനെ അത് വേദോസ്ത പ്രവചനം നിവർത്തീകരിച്ചെന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത്തരം പ്രസംഗങ്ങൾക്ക് കയ്യടി നല്ലവണ്ണം കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വലിയ ഒരു ഭയത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, ആ പുള്ളിക്കാരുടെ പ്രസംഗം കേട്ടാൽ എൻ്റെ തല പെരുക്കുന്നു. മറ്റൊന്നുമല്ല കേട്ടോ, ഈ അന്ത്യകാല സംഭവങ്ങൾ അങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞ് 666 ആൻറ്റി ക്രൈസ്റ്റ് ഭരിക്കാൻ പോകുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ അങ്ങ് ഭയങ്കര ആങ്സൈറ്റിയിലേക്ക് നടത്തുക. പലരും ആങ്സൈറ്റിയിലാകട്ടെ. എത്രയോ പേരെ എന്നെ വിളിക്കുന്നതെന്ന് അറിയാമോ, ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മുദ്ര ഏറ്റാൽ എന്ത് സംഭവിക്കും, ഞാനെങ്ങാണ് അബദ്ധത്തിൽ ഏറ്റിട്ടുണ്ടോ, പിന്നെ കോവിഡ് വാക്സിൻ എടുത്തത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മുദ്രയാണോ,
പിന്നെ ഈ ചിപ്പ്, കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു, ഈ ചിപ്പിൻ്റെ കാര്യം പാസ്റ്ററെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം, എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, നമ്മളാരെങ്കിലും ചിപ്പ് എടുത്തിട്ടുണ്ടോ? ഒരാൾ എന്നോട് ചോദിച്ചത്, ഈ മൊബൈലിനകത്ത് കിടക്കുന്ന സിം കാർഡ് അതും ഒരു ചിപ്പല്ലേ പാസ്റ്ററെ? അത് 666. പിന്നെ ഒരാൾ ചോദിച്ചു, എൻ്റെ കയ്യിലിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് അതിനകത്തും ഒരു ചിപ്പുണ്ട്, അത് ഈ 666 ഒക്കെയാണ്. ഞാൻ ഇവരെ എല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു, നിങ്ങളിതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ആൻറ്റി ക്രൈസ്റ്റിനെ കാത്തിരിക്കുന്നവരല്ല, നമ്മൾ യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുന്നവരാണ്. ഈ കർത്താവിൻ്റെ രഹസ്യ വരവ് റാപ്ചർ എന്ന് പറയത്തില്ലേ, റാപ്ചറിൽ വിശ്വസിക്കുന്നവർ, കർത്താവ് മേഘങ്ങളിൽ വന്ന് സഭയെ എടുക്കപ്പെടുന്നു വിശ്വസിക്കുന്നവർക്ക് എതിർ ക്രിസ്തുവിൻ്റെ വരവിനെയോ 666 ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പിന്നെ സഭ മാറ്റപ്പെട്ട ശേഷം നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്തിനാ എൻ്റെ പൊന്ന ദൈവമക്കളെ നമ്മൾ ഈ ആങ്സൈറ്റിയുമായിട്ട് ജീവിക്കുന്നത്? ദർ ഈസ് എ ടെർമിനോളജി കോൾഡ് റാപ്ചർ ആങ്സൈറ്റി. ഒരു ഭൂമിന്റെ മേളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. എപ്പോൾ പൊട്ടു ഈ സാധനം അറിയത്തില്ല. കോൺസ്റ്റന്റ്ലി ഇവരൊരു ഭയത്തിലാണ് ജീവിക്കുന്നത്. അയ്യോ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ, ഞാൻ തെറ്റ് പറ്റിപ്പോയോ. റാപ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. അതായത് കർത്താവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് മടങ്ങി വരവിൽ ഞാൻ എടുക്കപ്പെടുമോ ഇല്ലയോ എന്ന ഭയത്തിൽ കഴിയുന്ന ആളുകൾ, അവർക്ക് പേടിയാ, കർത്താവ് വരും, ഞാൻ പോകത്തില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? അപ്പോൾ നമ്മുടെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, നീ അങ്ങനൊന്നും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ, നീ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ്. അങ്ങനെ പരിശ്രമിച്ച് അവസാനം ആകെപ്പാടെ ക്ഷീണിച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ലേ, ഞാൻ സ്വർഗത്തിൽ പോകത്തില്ലേ എന്ന് ഭയപ്പെട്ട് കഴിയുന്ന. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചത്, പാസ്റ്ററെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്ത് എന്നോട് ക്ഷമിക്കുമെന്ന്. എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ ചോദിച്ചു, എന്താ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്ത്? അത് ഞാൻ ഒരാൾ പിന്നെ ഈ ആത്മാവിലൊക്കെ ആരാധിക്കുന്ന കണ്ടപ്പം അത് ശരിയായ ആത്മാവല്ലെന്ന് പറഞ്ഞു. അതാണോ പരിശുദ്ധാത്മാവിനോടുള്ള പാപം? ഇങ്ങനെ ആങ്സൈറ്റിയിൽ ജീവിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ആളുകളെ ഈ പറഞ്ഞ ശരിയായ ഡോക്ടറിൻ പഠിപ്പിക്കാതെ പല ഈ കൾട്ട് ഓർഗനൈസേഷൻസും, പ്രത്യേകിച്ചും ഈ എൻഡ് ടൈം കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. അന്ത്യകാല സംഭവങ്ങളെ പറഞ്ഞ് അതിനെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ അടിമകളാക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. വാ തുറന്നാൽ എൻഡ് ടൈം മാത്രമേ പറയത്തുള്ളൂ. ആളുകൾ പേടിച്ചിട്ട് ഇവരുടെ കീഴിൽ അടിമകളാക്കി നിൽക്കണം. അതിനുവേണ്ടിയുള്ള ഒരു കാര്യമാണിത്. അങ്ങനെ ഒത്തിരി എൻഡ് ടൈം കൾട്ട്സ് ഉണ്ട് കേട്ടോ. അവരെല്ലാം ഇതാ ചെയ്യുന്നത്. ഈ അന്ത്യകാല ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് റാപ്ചർ അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുത്തി, ആളുകളെ നീ സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ള ഭയത്തിന് കീഴിലാക്കുക. ഞാൻ ഈ കർത്താവിൻ്റെ മടങ്ങി വരവിൽ വിശ്വസിക്കുന്നു, കർത്താവ് വേഗത്തിൽ വരുന്നു വിശ്വസിക്കുന്നു. പക്ഷേ ആങ്സൈറ്റി ഇല്ല അവിടെ. അവിടെ മറിച്ചുള്ളത് സന്തോഷമല്ലേ? കർത്താവ് മടങ്ങി വരുന്നു കേൾക്കുമ്പോൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഏതോ ഒരു ചർച്ച് ഗ്രൂപ്പ് പറഞ്ഞ് കർത്താവ് എളുപ്പം വന്നാൽ മതി, കാരണം എനിക്കൊരു ആങ്സൈറ്റിയുമില്ല, ഞാൻ എടുക്കപ്പെടും എന്നുള്ള 101% ഉറപ്പാണ്. കാരണം ഞാൻ എടുക്കപ്പെടുന്നത് എൻ്റെ വർക്ക് കൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ടാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ കൃപ പ്രസംഗിക്കാതെ, ഗ്രേസ് പ്രസംഗിക്കാതെ, വർക്ക് മാത്രം പ്രസംഗിക്കുന്ന സഭകളിൽ ഈ ഇപ്പോൾ അരുണ് പറഞ്ഞതുപോലെയുള്ള ഈ പറഞ്ഞ റാപ്ചർ ആങ്സൈറ്റി, അന്ത്യകാല സംഭവങ്ങൾ കേൾക്കുമ്പോഴുള്ള ഭയം, ഇതെല്ലാം ഉണ്ടാകും. എനിക്കൊരു ഭയമില്ല കേട്ടോ. ഈ അരുൺ പറഞ്ഞ 1-2 കാര്യങ്ങൾ, 1-2 ചെറിയ ക്ലിപ്പുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം കേട്ടോ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ മൈൻഡ് കൺട്രോളിങ്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെയുള്ള അധികാല സംഭവങ്ങളെക്കുറിച്ച്. പിന്നെ അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് കേട്ടെ, ലിസ്റ്റ് ഓഫ് സീൻസ്. കുറെ പാപങ്ങളുടെ ഒരു നീണ്ട നിര തന്നിട്ട് നമുക്ക് ഒരിക്കലും അതിനോട് ലീവ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവർ പറയുന്ന പാപങ്ങളുടെ ലിസ്റ്റുകൾ, അല്ലെങ്കിൽ അത് ചെയ്യാത്തൊരു മനുഷ്യനില്ല. അപ്പൊ അതേപോലെ ഒരു വലിയ ലിസ്റ്റ് തന്നിട്ട് നമ്മളെ എക്സ്ട്രീം ആങ്സൈറ്റിയിലേക്ക്, ഓരോ നിമിഷവും ഇതിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ പറഞ്ഞത്, പാപത്തിൻ്റെ പട്ടിക പറയുക, ഇതെല്ലാം പാപമാണ്, ഇതെല്ലാം ചെയ്യാതെ ജീവിക്കണം. അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിച്ച് അങ്ങ് കൊഴിഞ്ഞു പോവുക. ഇവിടെയാണ് ഈ അപകടം. സത്യത്തിൽ നമ്മൾ ആളുകളെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ നയിക്കേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ വഴക്ക് പറഞ്ഞു, ക്രിസ്ത്യ ജീവിതം വളരെ എളുപ്പമാണ്, ക്രിസ്ത്യ ജീവിതം ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പാപത്തെ ജയിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പലരുടെയും ചിന്ത പാപത്തെ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടെന്നാണ്. അങ്ങനെ ഞാൻ ഒരു ചർച്ചയിൽ ചോദിച്ചു, യേശുവിനോട് കൂടെ ജീവിക്കുന്നത്, പാവത്തെ ജീവിക്കുന്നത് എളുപ്പമാണോ? ആ സഭയിൽ എല്ലാവരും പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണെന്ന്. കാരണം അവർ ശരിയായ പ്രസംഗം കേട്ടിട്ടില്ല. അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത്. വേദോസം പഠിപ്പിക്കുന്നത് ക്രിസ്ത്യ ജീവിതം എളുപ്പമാണ്. കാരണം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അതിനു വേണ്ടിയുള്ളത് എല്ലാം ചെയ്തിരിക്കുക. യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, നമുക്ക് ജയിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ദൈവദാസന്മാരെ നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവസഭയുടെ കൂട്ടായ്മ നമുക്ക് നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഒന്നിച്ചുണ്ടെങ്കിൽ നമ്മൾ ജയിച്ച് ജീവിക്കും. ക്രിസ്ത്യ ജീവിതം വളരെ
എളുപ്പമാണ്. ഒരു നല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ അകത്ത് 100 പേരുള്ള സഭയിൽ ഒരു 4-5 പേര് മതി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു 4-5 പേര്. ഞാൻ എപ്പോഴും പറയുന്ന ഭാഷയിൽ ബർണബാസിൻ്റെ ഹൃദയമുള്ള ഒരു 4-5 പേരുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരനും നഷ്ടപ്പെടത്തില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാകണം. 100 ജഡികന്മാരുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. സഭയിൽ 95 ജഡികന്മാരുള്ളപ്പം തന്നെ, ജഡികന്മാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, പക്ഷേ ഇപ്പോഴും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സെന്ന ആത്മീക വളർച്ചയൊന്നും പ്രാപിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ജഡികന്മാർ 95 പേരുണ്ടെങ്കിലും ഒരു 5 പേര് ഒരു സഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള നല്ല ആത്മീകരായ ബർണബാസിനെ പോലെയുള്ള ഒരു 5 പേരുണ്ടെങ്കിൽ ഈ അരുണിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരും നഷ്ടപ്പെടത്തില്ല. കാരണം അവരെ ചേർത്ത് നിർത്തും, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കും, അവരുടെ ക്രിസ്തീയത്തിലെ സ്ട്രഗിൾസ് മനസ്സിലാക്കും, അവർക്ക് പാപത്തെ ഓവർകം ചെയ്യുവാൻ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കും, അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവരെ നടത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതം ഒത്തിരി എളുപ്പമാണ്. അരുൺ പറഞ്ഞ ഓരോ സെൻറ്റൻസും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഈ സന്തോഷം എന്താണെന്ന് അദ്ദേഹം തൻ്റെ സഭയിൽ അറിഞ്ഞിരുന്നത്. ഇത് നമ്മുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് പലപ്പോഴും സന്തോഷിക്കുന്നത് പാപമാണെന്നൊരു ചിന്തയുണ്ട്. ഒരാളൊന്ന് കൈകൊട്ടിയാൽ, ഒന്ന് ചിരിച്ചാൽ, ഒന്ന് കാലൊക്കെ ഒന്ന് ചുവട് വെച്ച് ഒരു സന്തോഷത്തിന് ഒരു പാട്ട് പാടി നൃത്തം ചെയ്താൽ ഡാൻസ് ചെയ്യുന്നു, ഡാൻസ് ആത്മീകമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ സന്തോഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം പറയുന്നത് സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നമ്മൾ സന്തോഷം പാപമാണെന്ന് ചിന്തിക്കുന്നവരാണ്. എന്തോ ആത്മീയമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേദപുസ്തകം അനുവദിക്കുന്ന സന്തോഷം, ഒരു ദൈവവൈതൽ ഉദാഹരണം പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷിക്കണമെന്ന്, ആസ്വദിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അല്ലെ, സ്തോത്രത്തോടെ ദൈവം തന്ന ഭോജ്യങ്ങൾ എന്ത് ചെയ്യണം? ആസ്വദിക്കണം. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നാം സന്തോഷിക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്. സന്തോഷിക്കണമെന്നുള്ളത്, മനുഷ്യൻ സന്തോഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ചിലർ ചിന്തിക്കുന്നത് ഈ സന്തോഷിക്കുന്നത് പാപമാണെന്ന്. നമ്മുടെ ഒരു പ്രത്യേക ഒരു ചിന്താഗതിയാണ് കേട്ടോ. അതായത് ഒരാൾ ബർത്ത്ഡേ ആഘോഷിച്ചാൽ പറയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാപമാണ്. ന്യൂ ഇയർ മീറ്റിങ്ങിന് ഒന്ന് സന്തോഷിച്ച് കയറങ്ങളൊക്കെ അടിച്ചൊരു പുതിയ വർഷം തന്നതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ കുറേ വലിയ ഭക്തന്മാർ വന്നിട്ട് പറയും ന്യൂ ഇയർ ഒന്നും ആഘോഷിക്കാൻ പാടില്ല കേട്ടോ, അത് പാപമാണ്. എൻ്റെ പൊന്നു മക്കളെ, ദൈവമക്കളെ, സന്തോഷിപ്പീൻ എന്ന് വേദവസം പഠിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ന്യായമായിട്ട് വചനപ്രകാരം സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ദൈവം തന്നിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഈ പറയുന്ന മണ്ടൻ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചിട്ട്, അല്ലേ, അങ്ങനെ പൗലോസ് എഴുതിയത്, സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചിട്ട് ദൈവം ആസ്വദിക്കാൻ തന്ന ഭോജ്യങ്ങൾ, വിവാഹം വിലക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ സൂപ്പർ സ്പിരിച്വലാണെന്ന് ചിന്തിക്കുന്നവർ, അവരുണ്ടാക്കുന്ന ഈ തൊടരുത്, പിടിക്കരുത് എന്ന ജഡീക നിയമങ്ങളാണ് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഭയിൽ നിന്ന് അകറ്റുന്നത്. കാര്യം വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു, ഇത് നമുക്കും അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നതുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കണം, അല്ലേ? അതായത് ചർച്ചിൽ വരുമ്പോൾ അവർ സന്തോഷിക്കുന്ന സമയമായി തീരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ എല്ലാവരോടും നിങ്ങളൊന്ന് ചിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നു. അവരുടെ ചിന്ത ഈ ദൈവസന്ധി വന്നാൽ ഇങ്ങനെ പേടിച്ചിരിക്കണമെന്ന, ഭയപ്പെട്ടിരിക്കണമെന്ന, അതായത് മുഖത്തൊക്കെ ഇങ്ങനെ ഭയം പ്രകടമാക്കണമെന്ന്. അങ്ങനെയല്ല വേദവസപ്പെടുന്നത്. കർത്താവിൽ ആനന്ദിക്കണം, ദൈവസന്ധി വരുമ്പോൾ ചിരിക്കണം, സന്തോഷിക്കണം. കാരണം രക്ഷയുടെ സന്തോഷം നമ്മൾ അനുഭവിക്കണം. ഇത് അനുഭവിക്കാനുള്ള ഫ്രീഡം കൊടുക്കാതെ നീ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് നീ ഒന്ന് ശോധന ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ എനിക്കറിയാം, ആളുകൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ വിശുദ്ധ ജീവിതം വേണ്ടായ സ്വർഗത്തിൽ പോകാൻ. എൻ്റെ പൊന്നു സഹോദര, തല കുത്തി മറിഞ്ഞ് നീ നിന്ന് നിൻ്റെ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതായത് ഭൂമിയിലെ ഒരു മനുഷ്യനും 100% വർക്ക് കൊണ്ട് തന്നെത്താൻ നീതീകരിച്ചിട്ട് നിത്യതയിലെത്താൻ, സ്വർഗത്തിലെത്താൻ കഴിയത്തില്ല. അവന് കിട്ടുന്ന എറ്റേണിറ്റി രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം കൃപയാൽ നൽകിയതാണ്. അതുകൊണ്ട് കുഞ്ഞെ നീ പേടിക്കേണ്ട, നിനക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് നീ ഭയപ്പെടാതെ ആ മരണത്തെ നിൻ്റെ ജയമാക്കി നീ മുൻപോട്ട് സന്തോഷത്തോടു കൂടി ജീവിക്ക്. പ്രവൃത്തി കൊണ്ടല്ല നീ നിത്യതയിലെത്തുന്നത്, കൃപ കൊണ്ടാണെന്നൊന്ന് പഠിപ്പിച്ചാൽ
എനിക്ക് ക്രിസ്തീയ ജീവിതം എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം പാപം ചെയ്യണമെന്നല്ല. അതുകൊണ്ട് കൃപ വരികേണ്ടതിന് പാപം ചെയ്യണമെന്നോ ഒരു നാളുമല്ല. പാപം ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താണ്? എത്ര ശ്രമിച്ചിട്ടും ജയിക്കാതെ വരുമ്പോൾ ഞാൻ ആങ്സൈറ്റി കൊണ്ട് തകർന്നു പോകാതെ സ്വർഗത്തിൽ ദൈവം എന്നോട് പറയും, മോനെ നീ നന്നായിട്ട് പാപത്തിനെതിരെ പോരാടുന്നു, വെൽ ഡൺ മൈ ചൈൽഡ്, നീ പേടിക്കണ്ട, നിൻ്റെ നിത്യത ഉറപ്പാണ്. കാരണം നീ പാപത്തെ ജയിച്ച് 100% ഒരു വിശുദ്ധനായി ജീവിച്ചത് കൊണ്ടല്ല, എൻ്റെ നീതി നിൻ്റെ നീതി ആയതുകൊണ്ട് കൃപയാലാണ് നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷിക്കും, ദൈവസന്നിധി വന്ന് പാടും, ആരാധിക്കും. ഈ രക്ഷ നൽകിയ ദൈവത്തെ അവർ സ്തുതിക്കും, ഭയമില്ലാതെ അവർ സ്തുതിക്കും, കോടി കോടി നന്ദി പറയും. ഒരു യോഗ്യതയുമില്ലാത്ത, എത്ര ശ്രമിച്ചാലും നന്നാകാൻ പറ്റാത്ത എന്നെ കർത്താവേ നിൻ്റെ മകനാക്കിയല്ലോ, മകളാക്കിയല്ലോ, നന്ദി യേശുവേ. ആ ഒരു സ്നേഹം വർദ്ധിക്കുമ്പോൾ അങ്ങനെ വേദവസം പഠിപ്പിക്കുന്നു കേട്ടോ. തുടരുത് പിടിക്കരുതെന്നുള്ള ജഡിക നിയമങ്ങൾ കൊണ്ടല്ല, കർത്താവിനോടുള്ള അടുപ്പവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും ജീവിതത്തിലുണ്ടാകുമ്പോൾ പാപത്തെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. പിന്നെ പാപം ചെയ്യാൻ ആഗ്രഹമില്ല. അത് ആരെങ്കിലും സഭയിൽ ഇരുന്നുകൊണ്ട് ഇന്നത് ചെയ്യരുത് ലിസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടൊന്നുമല്ല. ശരിക്കും റൂട്ട് കോസിനെ തന്നെ പരിശുദ്ധാത്മാവ് എടുത്തങ്ങ് മാറ്റുക. പാപത്തെ സ്നേഹിക്കുന്ന, പാപത്തോടുള്ള സ്നേഹത്തെ എടുത്ത് മാറ്റി പാപത്തെ വെറുക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവനായിട്ട് അങ്ങ് മാറുക. ഇതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. ഇതിനെല്ലാം സപ്പോർട്ടിങ് വചനങ്ങളുണ്ട്. എന്നെക്കാട്ടിലും നന്നായിട്ട് വചനം അറിയാവുന്നവരാണല്ലോ നമ്മുടെ പാസ്റ്റേഴ്സ് എല്ലാം. അവരൊക്കെ ഇതൊക്കെ സഭകളിലൊന്ന് പ്രസംഗിക്കാൻ തുടങ്ങട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന കുട്ടികളായി മാറും. അവരുടെ ഭയങ്ങൾ ഒക്കെ മാറും. തുടരുത് പിടിക്കരുത് എന്നുള്ള ജഡീക നിയമങ്ങൾ. പിന്നെ ഈ അരുൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പോരാട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ചില ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഇതെല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു പ്രശ്നമാണ് കേട്ടോ. എല്ലാം പോരാട്ടമല്ല, പോരാട്ടമുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പിന്നിലും പിശാചിൻ്റെ പദ്ധതികളുണ്ട്. പക്ഷേ എല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങ് സ്പിരിച്വലൈസ് ചെയ്ത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട കെയർ കൊടുക്കാതെ വരുമ്പോൾ ഈ അരുണിനെ പോലുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തിരിച്ചറിയണം, ഈ കാലത്ത് കുറച്ചുകൂടെയൊക്കെ ബുദ്ധി വേണം. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തി പിച്ചും പേയും പറയുന്നു. നമ്മുടെ പ്രവാചകന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ഇത് ഭൂതബാധയാണെന്ന് പറഞ്ഞ് തലേ കൈവച്ച് കുലുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങും. സത്യത്തിൽ ഈ പിച്ചും പേയും പറഞ്ഞതിന് കാരണം എന്താ? ഭൂതമൊന്നും അല്ലായിരുന്നു, ആ വ്യക്തിയുടെ സോഡിയത്തിൻ്റെ കുറവായിരുന്നു. സോഡിയം സപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ നോർമലായി മാറി. അപ്പം അവിടെ ഇച്ചിരി നമുക്ക് വിവേകമൊക്കെ വേണം, കാര്യപരിചയമൊക്കെ വേണം. സോഡിയത്തിൻ്റെ കുറവുള്ള ആളിനെ ഭൂതം അളക്കാൻ ശ്രമിച്ചാൽ അവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ടെന്ന് അറിയാമോ? ഈ ഒരു പക്ഷേ ഒരു മാനസിക പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രശ്നമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ മാനസികമായിട്ട് ഇംബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതും പോരാട്ടമാണെന്ന് പറഞ്ഞ് ഭൂതബാധയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാർട്ടികളെ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഒരു വ്യക്തിക്കൊരു രോഗം വന്നാൽ ആ വ്യക്തിക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. വേണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ, അല്ലേ, നമ്മുടെ ചർച്ചിൽ തന്നെ നല്ല കൗൺസിലേഴ്സ് ഉണ്ടാക്കണം. ആ വ്യക്തിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ്, അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ചർച്ചിൻ്റെ അകത്ത് നിശ്ചയമായിട്ടും ഉണ്ടാകണം. അല്ലാതെ ഈ അരുണിപ്പം കുറ്റം പറയുന്നത്, നമുക്ക് ആ ചെറുക്കനെ കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എല്ലാത്തെയും ഈ പറഞ്ഞതുപോലെ വചനവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ചെറുപ്പക്കാർ നശിച്ചു പോകുന്നു. ഇനി അങ്ങനെയുള്ള ചെറുപ്പക്കാർ നശിച്ചു പോകാൻ ഇടവരരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ വീഡിയോ ഞാൻ ഇനിയും ഒരു അടുത്ത പാട്ടുകൂടെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി വിഷയങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെന്തക്കോസ്ത് പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ ചോദിച്ച ഒരു ചോദ്യമാണ്, അപ്പോൾ പാസ്റ്ററെ എന്നാൽ പിന്നെ ഈ പെന്തക്കോസ്തിലേക്ക് എന്തിനാ വരുന്നത്? ഞാനൊരു സത്യം പറയാമല്ലോ പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തിലേക്ക് ഇന്നും ആളുകൾ വരുന്നതിന് കാരണം പെന്തക്കോസ്തിൻ്റെ ഉപദേശ വിശുദ്ധിയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ പഠിപ്പിച്ച ഉപദേശം എന്താണോ, ദൈവവചനം എന്താണോ, ആ ഡോക്ടറിനിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടമാണ് പെന്തക്കോസ്ത്. പെന്തക്കോസ്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, ഉപദേശ വിശുദ്ധി. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ വചനപ്രകാരം ഏറ്റവും മാക്സിമം, ഞാൻ പറയുന്നില്ല എല്ലാം പെർഫെക്റ്റ് ആണെന്ന്, മാക്സിമം ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് കൂട്ടായ്മ. അടുത്തതായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, ന്യൂ ജനറേഷൻ ചർച്ചുകളെക്കുറിച്ച് എന്താണ് പറയാഞ്ഞത്? ഞാൻ ഒരു സത്യം പറയാം. മുഖ്യധാരാ സഭകൾക്കകത്ത് നിന്ന് പല കാരണങ്ങളാൽ പുറത്തു വന്ന ഒത്തിരി പുതിയ കൂട്ടായ്മകളുണ്ട്. അല്ലെങ്കിൽ മുഖ്യധാരാ സഭയോട് ചേർന്ന് നിൽക്കാതെ പുറത്തു വന്നത്, അല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന ഒത്തിരി നവ പെന്തക്കോസ്തൽ
കൂട്ടായ്മകളുണ്ട്. മുഖ്യധാരാ സഭകളുടെ പ്രശ്നം അവിടെയുള്ള അമിത രാഷ്ട്രീയവും ഈ പറഞ്ഞതുപോലെയുള്ള ജഡികന്മാരുടെ ഒരു തേർവാഴ്ചയുമൊക്കെയാണെങ്കിൽ, ഈ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ന്യൂജൻ ചർച്ചുകൾ, എല്ലാ ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങളെയും നമുക്ക് ന്യൂജൻ എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആരെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച് തുടങ്ങിയാൽ ഉടനെ അവനെ ലേബൽ ചെയ്യും, ഇവൻ ന്യൂജൻ ആണെന്ന് ലേബൽ ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറഞ്ഞത്. ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ മനം നൊന്നിട്ട് ഒരു നല്ല കൂട്ടായ്മ ഇല്ലല്ലോ എന്നോർത്ത് ഒരു കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ അവനെ ന്യൂജനാക്കി ലേബൽ ഇട്ട് കളയും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ന്യൂജൻ ആണെങ്കിലും പ്രശ്നമുള്ളത്, ഇതൊക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്ന കൂട്ടങ്ങൾ ആയതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന ഡോക്ട്രിൻ ആ വ്യക്തിയെ കേന്ദ്രീകൃതമായിരിക്കും. ആ വ്യക്തി എന്തെങ്കിലും തെറ്റായ ഡോക്ട്രിൻ പഠിപ്പിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരാളില്ലാതെ പോകുന്നു എന്നുള്ള വലിയ പരാജയമുണ്ട്. പിന്നീട് അക്കൗണ്ടബിലിറ്റി, അതായത് അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വലിയ ചോദ്യങ്ങളുണ്ടാകാനുള്ള സാധ്യത ഈ പറഞ്ഞ ചെറിയ ചെറിയ ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന, ന്യൂജൻ ചർച്ചകൾ തുടങ്ങുന്ന എല്ലാ ദൈവമക്കളോടും എനിക്കൊരു അപേക്ഷയുള്ളത്, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ അക്കൗണ്ടബിൾ ആയിരിക്കണം. നിങ്ങളെ വഴക്ക് പറയാനും ചോദ്യം ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനും പെർമിഷൻ കൊടുക്കാൻ ചില സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ കീഴിലേ നിങ്ങൾ നിൽക്കാവുള്ളൂ. ഞാൻ ഇൻഡിപെൻഡൻറ്റ് മിനിസ്റ്റർ ചെയ്യുന്നത് ദേവദാസനാണ്. പക്ഷേ എനിക്ക് ചില വ്യക്തികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അവർ വഴക്ക് പറയുന്നത് ഞാൻ കേൾക്കും. അവരുടെ ആത്മീക ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശിരസ വഹിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പിന്നെ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള അനുവാദവും അവകാശവും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ നിഷേധിക്കത്തില്ല എന്നൊരു തീരുമാനം എൻ്റെ ജീവിതത്തിലുണ്ട്. രണ്ടാമത് ഫൈനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി. ഞങ്ങളെപ്പോലെ ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നവർ ഒരു കാരണവശാലും അവരുടെ ചർച്ചിൻ്റെ അക്കൗണ്ടുകൾ സ്വയമായിട്ട് കൈകാര്യം ചെയ്യാതെ അതിന് ഞങ്ങളൊക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ ചർച്ച് CA ഓഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് സിസ്റ്റമൊക്കെയാണുള്ളത്. ഞങ്ങളുടെ ചർച്ചിൻ്റെ അക്കൗണ്ടിൽ വരുന്ന ഒരു പൈസ പോലും എനിക്ക് ഒറ്റയ്ക്ക് സിഗ്നേച്ചർ ചെയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ചർച്ചിൻ്റെ അകത്ത്, ട്രസ്റ്റിൻ്റെ അകത്ത് 3 സിഗ്നേറ്ററീസ് ഒന്നിച്ച് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ ചർച്ചിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനൊരു സിസ്റ്റമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി, സ്പിരിച്വൽ മെൻറ്റർഷിപ്പ്, ഈ കാര്യങ്ങളിലൊക്കെ ഇൻഡിപെൻഡൻറ്റ് സഭകൾ വളരെ ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ അപവാദമുണ്ടാകും. നമുക്ക് പണം ഉണ്ടാക്കാനും നമ്മുടെ പേര് വലുതാകാനുമുള്ള പ്രസ്ഥാനമായിട്ട് ഒരിക്കലും മാറല്ല. ഞാൻ ശുശ്രൂഷ, അതായത് ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്, നാളെ ഒരുത്തിനും ഫിന്നി ചർച്ച് തുടങ്ങി പണമുണ്ടാക്കി എന്ന് പറയാൻ ഞാൻ അവസരം കൊടുക്കത്തില്ല. അതുകൊണ്ട് ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ, ഞാൻ ഇന്നിപ്പോൾ ഏതാണ്ട് 15 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ കൂട്ടായ്മ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ തുടങ്ങിയിട്ട്. ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഞങ്ങളുടെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ വിധത്തിലാണ്. മാത്രമല്ല ആ ചർച്ചിൻ്റെ ഒരു സാലറീഡ് വ്യക്തിയാണ് ഞാൻ. അതായത് എനിക്കെല്ലാ മാസവും കൃത്യമായിട്ട് ഒരു തുക, ഒരു നോമിനൽ തുകയാണ് കേട്ടോ. ഞാൻ വലിയ സാലറി ഒന്നും ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എടുക്കുന്നില്ല. ബോംബെയിലെ ഒരു സ്റ്റാൻഡേർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുടുംബത്തിന് ചിലവ് കഴിയാനുള്ള ഒരു തുകയൊന്നുമല്ല, ഒരു നോമിനൽ തുക ഞാൻ സാലറിയായിട്ട് എടുക്കുന്നത്. അതെനിക്ക് തനിയെടുക്കാൻ പറ്റത്തില്ല. അതായത് ചർച്ചിൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സ് ഒപ്പിട്ടാണ് എനിക്ക് സാലറി തരുന്നത്. എന്താ കാരണം എന്നറിയാമോ? ഞാൻ തുടങ്ങിയ സഭയിലെ, ഇൻഡിപെൻഡൻറ്റ് സഭയിലെ, വേണമെങ്കിൽ സ്വത്രാഴ്ച എല്ലാം കൂടെ എടുത്ത് എൻ്റെ ബാഗിലിട്ട് വീട്ടിൽ പോയി എണ്ണത്തില്ലേ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പലപ്പോഴും ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ അപവാദങ്ങൾക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന ദേവദാസന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫൈനാൻസ് വളരെ സുതാര്യമായിരിക്കണം. നാളെ അപവാദി നിങ്ങളെക്കുറിച്ചൊരു ദോഷം പറയരുത്. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, പേര് നഷ്ടപ്പെടുന്നതാണ്. ഈ പൗലോസ് പറയാറില്ലേ, എൻ്റെ പ്രശംസ പോയി പോകുന്നതിലും മരിക്കുകയാണ് എനിക്ക് നല്ലതെന്ന്. ഞാൻ പലപ്പോഴും പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ്. നാളെ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച പോളിസീസ്, ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നതിലും നല്ലത് മരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമൊക്കെ നമുക്കുണ്ടാകണം. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂജൻ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, തിയോളജിക്കൽ കൺസിസ്റ്റൻസി അവർക്കുണ്ടാകണം. മുഖ്യധാരാ സമൂഹങ്ങൾ പഠിപ്പിക്കുന്ന പ്യൂരിറ്റിയുള്ള ഒരു തിയോളജിയുണ്ട്. അതിനോട് കിടനിൽക്കുന്ന ഉപദേശ സംഹിതകൾ അവർക്കുണ്ടാകണം. രണ്ടാമത് സ്പിരിച്വൽ മെൻറ്റർഷിപ്പ് ഉണ്ടാകണം. മൂന്നാമത് ഫൈനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഇതൊക്കെ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഫിന്നി ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഫിന്നിക്ക് ഇഷ്ടമുള്ള ഡോക്ടറിൻ പഠിപ്പിച്ചാൽ ജനത്തെ ചതിക്കുവാനിട വരും. അതുപോലെ തന്നെ വേറൊരു ട്രെൻഡാണ് ഈ പറഞ്ഞ
ഈ ന്യൂജൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങളിലൊരു ട്രെൻഡാണ് പേഴ്സണാലിറ്റി കൾട്ടുകളായിട്ട് വളരും. ഫിന്നി പാസ്റ്റർ സഭയിലെ ആളുകൾ പറയുകയാണ് ഫിന്നി പാസ്റ്റർ പഠിപ്പിക്കുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് അവരെ വിലക്കും. ഞാൻ പറയും അങ്ങനെയല്ല. അങ്ങനെ ഇന്ന് ഒത്തിരി പാസ്റ്റർമാർ പേഴ്സണാലിറ്റി കൾട്ടായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പലരും പറയും അയ്യോ ഈ പാസ്റ്റർ മാത്രം പഠിപ്പിക്കുന്നത് ശരി. അങ്ങനെ ഒരാളും ഇല്ല കേട്ടോ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ അങ്ങനെ തെറ്റുപറ്റാ വരം പ്രാപിച്ച ഒരാളുമില്ല. അത് ആളുകളെ പറഞ്ഞ് ബോധ്യമാക്കണം. നിങ്ങളുടെ വിശ്വാസി നിങ്ങളോട് പറയാണ് പാസ്റ്ററെ പോലൊരു പാസ്റ്ററെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അകത്ത് പറയണം സാത്താൻ അവൻ്റെ വായിലൂടെ സംസാരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ ശാസിച്ചോണം, അല്ലെങ്കിൽ നിഗളിച്ചിട്ട് വീണു പോകും. അങ്ങനൊരു ആൾ തെറ്റുപറ്റാ വരമുള്ള ആളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാനെങ്ങാനും നാളെ വട്ടുപിടിച്ചിട്ട് ഒരു തെറ്റായ ഉപദേശം പ്രസംഗിച്ചാൽ നിങ്ങളത് സ്വീകരിക്കില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് പറയുന്നു ഈ തിയോളജിക്കൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ഡോക്ടറിനെ പഠിപ്പിക്കാവുള്ളൂ. ആത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് നാളെ ആരും അബദ്ധത്തിൽ ചാടരുത് എന്ന ഒരു കാര്യം കൂടെ അങ്ങ് പറയുകയാണ്. പറയാൻ ഈ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പെർഫെക്റ്റ് ചർച്ച് ഇല്ല എന്ന് ആളുകൾ പറഞ്ഞു. സത്യമാകട്ടോ, പെർഫെക്റ്റ് ചർച്ച് ഇല്ല. അതുകൊണ്ട് നമ്മളങ്ങ് നന്നായിട്ട് ജീവിച്ചാൽ മതി. പക്ഷേ എനിക്കുള്ളൊരു അഭിപ്രായം, ഒരു പെർഫെക്റ്റ് ചർച്ചില്ല, പക്ഷേ ഒരു മാതൃകാ സഭയുണ്ട്. പെർഫെക്റ്റ് ആകണമെന്നില്ല, എക്സംപ്ലറി ആകുവാൻ കഴിയും, നമുക്ക് ഉദാഹരണമാകുവാൻ കഴിയും. ഞാൻ 2010 ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയപ്പോൾ ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. ഞാൻ പറഞ്ഞു കർത്താവേ, ഇവിടെ ഒത്തിരി പെന്റിക്കോസ്റ്റൽ ചർച്ചസ് ഉണ്ട്, ഇതിൻ്റെ നടുക്ക് ഞാനും കൂടെ എന്തിനാണ് തുടങ്ങുന്നത്? എന്നോട് ഒരാൾ പേഴ്സണലി ചോദിച്ചു. അന്ന് ഞങ്ങൾ താമസിക്കുന്ന മീരാ ഭായിന്ദർ ക്രിസ്ത്യൻ അസോസിയേഷനിലെ 56 പാസ്റ്റർമാരുടെ പേരുണ്ട് ലിസ്റ്റിൽ. എന്നോട് ചോദിച്ചു 87-ാമനായിട്ട് നിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. കാരണം ഞാൻ 87-ാമത്തെ പാസ്റ്ററായിട്ട് അവിടെ ഒരു ചർച്ച തുടങ്ങിയാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് 87-ാമനായിട്ട് എൻ്റെ ആവശ്യം എന്താ? ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് പോകാം, ഒരു ചർച്ചുമില്ലാത്തടത്ത് എന്നെ അയക്കണം. കർത്താവ് എന്നെ പഠിപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ നിന്നാണ് ഞാൻ ആ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 40 ദിവസം ഞാൻ ഉപവാസത്തിലായിരുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എടാ ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾ, ഒരേ ജിയോഗ്രഫിക്കൽ, ഒരേ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഒരേ ലൊക്കേഷനിലുള്ള 7 സഭകൾ. പക്ഷേ 7 സഭകളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു. ഈ 7 സഭകളോടും ദൈവം ദൂത് പറഞ്ഞപ്പോൾ വ്യത്യസ്ത ദൂതാ പറഞ്ഞത്. ചിലരെ ശാസിച്ചു. ഒരൊറ്റ ചർച്ചിനോട് മാത്രം പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഒരൊറ്റ ചർച്ചിനോട് മാത്രം ഒരു ദോഷവും പറഞ്ഞില്ല. അത് സെക്കൻഡ് ലാസ്റ്റ് ചർച്ച് ഫിലദൽഫിയ സഭയായിരുന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഒരു പട്ടണത്തിൽ 100 കണക്കിന് സഭകളുണ്ടാകാം, പക്ഷേ ദൈവം സ്നേഹിക്കുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം. അതായത് ഒരു മോഡൽ ചർച്ച് ഉണ്ടാകണം, ഒരു മാതൃകാ സഭയുണ്ടാകണം. ദൈവം സ്നേഹിക്കുന്ന ഒരു ചർച്ച് എല്ലാ സിറ്റിയിലും ഉണ്ടാകണം എന്ന ഒരു വിഷനാണ് എനിക്ക് സ്വർഗത്തിൽ ദൈവം തന്നത്. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പറയും, നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങളുടെ പട്ടണത്തിലെ, നിങ്ങളുടെ ഗ്രാമത്തിലെ ഫിലദൽഫിയ സഭയായി മാറണം. ബാക്കി എല്ലാ സഭകളും ത്വയ്തൈര പോലെയോ സ്മുർണ പോലെയോ ഒക്കെ, അല്ലെങ്കിൽ എഫസോസ് പോലെയോ ഒക്കെ ജീവിച്ചോട്ടെ. പക്ഷേ ഒരു ചലഞ്ചാണ്, എല്ലാ സിറ്റിയിലും ഏതെങ്കിലും ഒരു ഫെലോഷിപ്പിനെ നോക്കി ദൈവം പറയണം, ഈ ഫെലോഷിപ്പിനെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ പഠിച്ച ആത്മീക സീക്രട്ട് പറയാം, ദൈവം സ്നേഹിക്കുന്ന സഭയിൽ മാത്രമേ സാത്താൻ്റെ പള്ളിക്കാർ വന്ന് മുട്ടുമടക്കത്തുള്ളൂ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മാക്കൾ വിടുവിക്കപ്പെടത്തുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. പെർഫെക്റ്റ് ചർച്ചസ് എങ്ങുമില്ല പ്രിയമുള്ളവരെ. പക്ഷേ എക്സാംപിളറി ആയിരിക്കണം, മാതൃകാ സഭകളായിരിക്കണം, ഉദാഹരണമായി മാറണം. നിങ്ങൾ ഏത് ഫെലോഷിപ്പിലാണോ നിങ്ങൾ ആരാധിക്കുന്നത്, അത് IPC ആകാം, AG ആകാം, ചർച്ച കോഡാകാം, ഇൻഡിപെൻഡൻ്റ് ആകാം, ന്യൂജൻ ആകാം. പക്ഷെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക, നിങ്ങളുടെ പട്ടണത്തിലെ ദൈവം സ്നേഹിക്കുന്ന ഫെലോഷിപ്പായി എക്സാംപിളറിയായി നിൽക്കും എന്ന് ഒരു തീരുമാനമെടുക്കുക. സഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, ഭർണബാസുമാർ, സഭയ്ക്കകത്ത് മാതൃകയുള്ള ദൈവമക്കൾ വർദ്ധിക്കട്ടെ എന്ന് ഞാനും അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അല്പം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.